ഇപ്പോൾ കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഒരു മുസ്ലിം പേര് വേണം എന്ന നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് കൊണ്ടുപോകുന്നത്. താങ്കളൊരു മുസ്ലിം നാമധാരിയായ MP ആണ്, പക്ഷേ മുസ്ലിം വിശ്വാസി കൂടിയാണ്, ഇസ്ലാം വിശ്വാസി കൂടിയാണ്, പക്ഷേ മതേതരവാദിയുമാണ്. അപ്പോൾ താങ്കൾ ലോക്സഭയിൽ എത്താതിരിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് കോൺഗ്രസ് ഒരു അജണ്ടയായി വെക്കുമ്പോൾ ഷാഫി പറമ്പിലിനെ അവിടെ എത്തിക്കുക എന്നൊരു അജണ്ടയാക്കി വെക്കുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ മൊത്തത്തിൽ നമ്മുടെ പാർലമെന്റിലെ റെപ്രസെന്റേഷൻ മുസ്ലിം ജനതയുടെ ആനുപാതികമായ ഒരു അളവിലേക്ക് എത്തുന്നില്ല. വളരെ കുറവ് MP മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആകെ 12-18 MP മാരാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടുതൽ ന്യൂനപക്ഷ MP മാർ പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യമല്ലേ? അല്ല, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാറില്ല. സാധാരണഗതിയിൽ എത്രയോ ന്യൂനപക്ഷ മെമ്പർമാരെ മത്സരിപ്പിക്കേണ്ടതാണ്. അവർ ഈ രാജ്യം ഭരിക്കല്ലേ, അവർ റെപ്രസെൻ്റ് ചെയ്യല്ലേ, മൊത്തം ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറണ്ടേ? അത് ചെയ്യുന്നില്ല. കോൺഗ്രസും അതേപോലെ തന്നെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ മതന്യൂനപക്ഷങ്ങൾ നല്ലൊരു ശതമാനം %, കൂടുതലല്ലെങ്കിലും ഒരു ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള അവരെ അക്കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം തീർക്കാൻ വേണ്ടി ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ന്യൂനപക്ഷ പ്രാതിനിധ്യം പാർലമെന്റിൽ അത്തരം ഇടങ്ങളിൽ ഇത് ചെയ്യുന്നു. സംഘടനാ സെക്രട്ടറിക്ക് ഒരു അജണ്ട ഉണ്ടെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു ഇദ്ദേഹം ഈ വീടിന്റെ ഐശ്വര്യമാണ് BJP. ശരി, നമുക്ക് എനിക്ക് താങ്കൾക്ക് പ്രചരണത്തിന് സമയമായി. ഇന്ന് കുറേ പരിപാടികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ ഈ വർഗീയ പ്രചരണങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് താങ്കളുടെ അദ്ദേഹം ചൊല്ലിയ കവിത ഇതിനകം തന്നെ വൈറലായി അല്ലേ? അപ്പോൾ ആ സമയത്ത് മനസ്സ് എപ്പോഴെങ്കിലും വിഷമിക്കാറുണ്ട്. കാര്യം ഞാൻ ഉള്ളത് സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കഴഞ്ചൊരു അണുവിൻ്റെ അതിനേക്കാൾ എത്രയോ ഇതുണ്ട്. ഒരു പോലും വർഗീയമായി ഞാൻ ചിന്തിക്കുന്ന ആളല്ല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. എല്ലാ മതങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം മതം തന്നെയാണ്. മറ്റു മതങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ മതങ്ങളും. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ബൈബിളിൽ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. അയൽക്കാരനെ ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ എന്ന് പറയുന്നില്ല അതിനകത്ത്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ നിനക്ക് വയറിറച്ച് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലെന്നും ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നീ മുസ്ലിം എന്നൊന്നും അതിനകത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടില്ല. ലോകോ സമസ്തോ സുഖനോ ഭവന്തോ എന്ന് പറയുന്നുണ്ട്, പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നമ്മൾ കോട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ മഹത് ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഒരു അമുസ്ലിമായ ഒരാളുടെ മൃതശരീരം കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ സഹാബി ചോദിച്ചു, എന്താണ് ഈ മറ്റു മതക്കാരനാണല്ലോ, അത് നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, എല്ലാ മൃതശരീരത്തെയും ബഹുമാനിക്കണം. ഈ പാഠമാണ് ഞാൻ പഠിച്ചു വയ്ക്കുന്നത്, അല്ലാതെ മറ്റവനെ ശത്രുവായിട്ട് കാണാൻ വേണ്ടിയല്ല. ഈ മെസ്സേജാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു ശ്രീ ആരിഫ് MP നമ്മളോടൊപ്പം ചേർന്നതിൽ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിഷമം നമ്മളുമായി പങ്കുവച്ചു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും. പക്ഷേങ്കിലും കനലൊരു തരിമതി എന്ന് പറഞ്ഞതുപോലെ ജ്വലിക്കുക, ആവോളം ജ്വലിക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജ്വലിക്കുമ്പോൾ ഈ ചൂട് മറികടക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ചോണം ധാരാളം, കേട്ടോ. താങ്ക് യു. ആരിഫ് MP ആണ് നമുക്കൊപ്പം ചേർന്നത്. നമ്മൾ ഈ തണ്ണീർ പന്തലിൽ നിന്ന് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോൾ നോമ്പുകാലം ആയതുകൊണ്ട് ചായക്ക് വിളിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഒരു നല്ല കട്ടൻ ചായ എനിക്ക് വേണ്ടി. തീർച്ചയായും. താങ്ക് യു.